Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യാറ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർലമെന്ററി പ്രൊസീജിയേഴ്സ്, നമുക്കറിയാം പാർലമെന്ററി നടപടിക്രമങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലോ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത്, നിയമനിർമ്മാണം എന്ന് പറയുന്ന ഒരു ഭാഗം. പൊതുവെ നമ്മളെല്ലാവരും നിയമം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ആൻസറാണ് പറയാറ്. ഒരു ബില്ല് ഒരു സഭയിൽ അവതരിപ്പിക്കുന്നു, ആ സഭയിൽ ഇത് പാസ്സാക്കുന്നു, മറുസഭയിൽ പോകുന്നു, ആ സഭയിലും പാസ്സാക്കി രാഷ്ട്രപതി സൈൻ ചെയ്ത നിയമമായി, ഇങ്ങനെ പറയാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളത് പറയാറ്. ലോ മേക്കിംഗ് പ്രോസസ്, ഒരു സഭയിൽ ബില്ല് അവതരിപ്പിക്കുക, രാജ്യസഭയിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കുന്നു, മറുസഭയിൽ പോകുന്നു, അവിടെയും പാസ്സാക്കുന്നു, രാഷ്ട്രപതി സൈൻ ചെയ്ത നിയമമായി, ഇങ്ങനെയാണ് പറയാറ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളത് പറയാം. പക്ഷെ ഓർത്ത് വയ്ക്കുക, ഒരു ലോ മേക്കിംഗ് പ്രോസസ് എന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നിയമനിർമ്മാണ പ്രക്രിയ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലോ മേക്കിംഗ് പ്രോസസ് ആണ്. പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലോ മേക്കിംഗ് പ്രോസസ് ഈസ് ഗോയിങ് ത്രൂ 3 റീഡിങ്സ് ആൻഡ് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 3 റീഡിങ്, 3 വായന, 5 സ്റ്റെപ്പുകൾ, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ 3 റീഡിങ്സ്, 3 റീഡിങ്സ് എന്ന് പറയും. കിട്ടിയ 3 റീഡിങ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ 5 സ്റ്റെപ്പ് എന്ന് പറയാം, 5 സ്റ്റെപ്സുകൾ. അപ്പൊ 3 വായന, 5 സ്റ്റെപ്പുകൾ. എങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയ പോകുന്നത്? 3 വായനയിലൂടെയും, 3 റീഡിങ്സ് ആണ് 3 വായന, 3 വായനയിലൂടെയും 5 സ്റ്റെപ്പുകളിലൂടെയും കൂടിയാണ് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയ കടന്നു പോകുന്നത്. അപ്പൊ ആ 3 റീഡിങ്സ് 5 സ്റ്റെപ്പ് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാം. അതിലൂടെ ഒരു നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പൊ അതിൽ 3 റീഡിംഗ് ആണ് പറഞ്ഞത്, 5 സ്റ്റെപ്പുകളുണ്ട്. 3 റീഡിങ്സ് ആൻഡ് 5 സ്റ്റെപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ റീഡിങ്, ഫസ്റ്റ് റീഡിങ്ങും പ്ലസ് അതിനോടൊപ്പം ഫസ്റ്റ് സ്റ്റെപ്പും ഒരുമിച്ചാണ് പോകുന്നത്. മനസ്സിലായ? ഫസ്റ്റ് റീഡിങ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് റീഡിങ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരുമിച്ചാണ് പോവുക. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സിൽ ഒന്നാമത്തെ ഘട്ടം ഫസ്റ്റ് റീഡിങ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് റീഡിങ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പ്രോസസ്സിൽ ഒന്നാമത്തെ ഘട്ടം. ഈ ഫസ്റ്റ് റീഡിങ് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ വെച്ചാൽ ബില്ല് അവതരിപ്പിക്കുക, അത് ഗസറ്റിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കുക, നമുക്ക് അറിയാം മണി ബില്ലാണെങ്കിൽ മണി ബില്ലാണെങ്കിൽ അത് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടും, രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ ഏത് സഭയിൽ ആദ്യം അവതരിപ്പിക്കാം. അപ്പോൾ ആ ബില്ല് അവതരിപ്പിക്കുന്ന ആള് സഭയിൽ വരുന്നു, സ്പീക്കറുടെ അനുമതിയോടുകൂടി ആ ബില്ല് അവതരിപ്പിക്കുന്നു, ബില്ല് വായിച്ച് അവതരിപ്പിക്കുന്നു. അതിന്റെ ചർച്ചയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, ആ ബില്ല് അവിടെ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ച ശേഷം ആ ബില്ല് ഗസറ്റിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിൽ ആൻഡ് ലിസ്റ്റഡ് ഇൻ ഗസറ്റ്, ഇതാണ് ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റീഡിംഗ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ്. പറഞ്ഞു 3 റീഡിംഗ് ഉണ്ട്, 5 സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏത് സഭയിലാണോ ബില്ല് അവതരിപ്പിക്കുന്നത് പറയുന്നു, മണി ബില്ലാണെങ്കിൽ ആദ്യം ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടൂ, മറ്റു ബില്ലാണെങ്കിൽ 2 സഭയിലും തുല്യമാണ്. അപ്പോൾ ഏത് സഭയിലാണോ ബില്ല് അവതരിപ്പിക്കുന്നത്, ആ ബില്ല് അവതരിപ്പിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, സഭയിൽ ബില്ല് വായിക്കുന്നു. ആ ബില്ലിന്റെ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ മെറിറ്റുകളും ഡീമെറിറ്റ്സുകളെ കുറിച്ചും അതിന്റെ ഭാവി ഫ്യൂച്ചറിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആ ബില്ലിനെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം വായിക്കുന്നു. വായിച്ച ശേഷം ആ ബില്ല് ഗസറ്റിൽ രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നു, ഗവൺമെന്റ് ഗസറ്റിൽ ഉൾപ്പെടുത്തുന്നു. ഇതാണ് ഫസ്റ്റ് റീഡിംഗ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമുക്ക് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. രണ്ടാമത്തെ റീഡിംഗ് വരുന്നു, അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പും വരുന്നു. മനസ്സിലല്ലേ? ഫസ്റ്റ് റീഡിംഗ് ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നു, പിന്നെ വരുന്ന രണ്ടാമത്തെ റീഡിംഗ്, സെക്കൻഡ് റീഡിംഗും സെക്കൻഡ് സ്റ്റെപ്പും ഒരുമിച്ച് പോകും. അത് രണ്ടും ഒരുമിച്ച് പോവാം. സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ്, ഈ ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണ് സെക്കൻഡ് റീഡിംഗ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റീഡിംഗിൽ വായിച്ചു, ബില്ല് വായിച്ചു, അതിന്റെ മെറിറ്റുകളും ഡീമെറിറ്റ്സുകളും ഒക്കെ പറഞ്ഞു, അത് വായിച്ചു, അത് ഗസറ്റിൽ രേഖപ്പെടുത്തി. ഇതിന്റെ എല്ലാ കോപ്പിയും പാർലമെന്റ് എല്ലാ അംഗങ്ങൾക്കും കിട്ടുന്നു. ഇതിന്റെ ഈ ബില്ലിന്റെ ആ കോപ്പികൾ പാർലമെന്റിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അത് കൊടുക്കുന്നു, അത് കിട്ടുന്നു. അതിനുശേഷം സെക്കൻഡ് റീഡിങ്ങിലും സെക്കൻഡ് സ്റ്റെപ്പ് ഒരുമിച്ച് വരുന്നു. അതിലെന്ത് ചെയ്യുന്നു, ആ ബില്ലിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നു, ചർച്ച നടത്തുന്നു, കിട്ടിയ ഡിസ്കഷൻ നടത്തുന്നു. അതിനോടൊപ്പം തന്നെ കമ്മിറ്റി ഫോർമേഷൻ, സെലക്ട് കമ്മിറ്റിയാണ്, കമ്മിറ്റി രൂപീകരിക്കുന്നു, അമെന്റ്മെന്റുകൾ വരുന്നു, അമെന്റ്മെന്റ് ഭേദഗതി. ഈ 3 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ഈ സെക്കൻഡ് റീഡിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ്. എന്ന് വെച്ചാൽ ആ ബില്ലിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ച, എല്ലാ പാർലമെന്റ് അംഗങ്ങളും കൂടി വളരെ ഭംഗിയായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. അതിന്റെ മെറിറ്റുകൾ, ഡീമെറിറ്റ്സുകൾ, അത് വന്നാലുണ്ടാകുന്ന ഗുണങ്ങൾ, അതിന്റെ ദോഷങ്ങൾ, ഇതിനെക്കുറിച്ച് വളരെ ഭംഗിയായി ചർച്ച നടത്തി തീരുമാനമാവാതെ ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുന്നു. സെലക്ട് കമ്മിറ്റിയാണ് പിന്നീട് അതിനെക്കുറിച്ച് കാര്യം. അപ്പോൾ ഇതിൽ വേണമെങ്കിലും മറ്റു ചില പ്രോസസ്സുകൾ നടക്കാറുണ്ട്. ഒന്നുകിൽ ആ ബില്ല് അവർക്ക് നേരിട്ടത് പാസ്സാക്കാം, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി പാസ്സാക്കാം, നേരിട്ട് പാസ്സാക്കാം. അല്ലെങ്കിൽ അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം. അതിൽ തീരുമാനം, കാരണം എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അതിലൊരു അന്തിമ രൂപം വരാതെ ചെയ്യുമ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം. ഈ റീസെന്റ് മുത്തലാഖ് ബില്ല് അങ്ങനെ വന്നിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ
വിവാഹപ്രായം 18 നിന്ന് 21 ആക്കണം, അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പാർലമെന്റിലൊക്കെ വിഷയങ്ങളുണ്ടായത്. അപ്പൊ അങ്ങനെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കും. ഒന്നില്ലെങ്കിൽ നേരിട്ട് അത് പാസ്സാക്കാം, അല്ലെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യാം, സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം. അതല്ലെങ്കിൽ ജോയിന്റ് സെഷൻ വയ്ക്കാം. പാർലമെന്റ് 2 സഭകളും ഏത് സഭയിലാണോ അവതരിപ്പിച്ച് മറ്റ് സഭയും ചേർത്ത് 2 സഭകളും ജോയിന്റ് സെഷൻ വെച്ച് അതിലത് പാസ്സാക്കാം. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് പബ്ലിക്കിന് വിട്ടുകൊടുക്കാം. പബ്ലിക്കിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കും. ഇങ്ങനെ 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ സെക്കൻഡ് റീഡിങ്ങിൽ ഡിസ്കഷൻ നടത്തുന്നു, സെലക്ട് കമ്മിറ്റി വിട്ടുകൊടുക്കുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ്. ഒന്നില്ലെങ്കിൽ അത് നേരിട്ട് അവർക്ക് പാസ്സാക്കാം, ബില്ല് നേരിട്ട് പാസ്സാക്കി എടുക്കാം, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം, അതല്ലെങ്കിൽ ജോയിന്റ് സെഷൻ പാർലമെന്റ് 2 സെഷൻ കൂടി ഒരുമിച്ചിരുത്തി പാസ്സാക്കി എടുക്കാം, എളുപ്പത്തിന് അങ്ങനെ പാസ്സാക്കി എടുക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഈ 4 ഓപ്ഷൻസ് അതിലുണ്ട്. ഇതിൽ ഏത് വേണം ചെയ്യാം. അപ്പോൾ അത് ഡിസ്കഷൻ നടത്തും, ബില്ലിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തും. അതുകൂടെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കും. സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്താൽ പിന്നെ മറ്റാർക്കും അതിൽ റോളില്ല. പിന്നെ സെലക്ട് കമ്മിറ്റിയാണ് അത് വേണ്ട രീതിയിൽ വായിച്ച് അതിൽ ഭേദഗതികൾ അമെന്റ്മെന്റുകൾ നിരത്തുന്നത്. ഇതിലാണ് ഈ സെക്കൻഡ് പ്രോസസ്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. സെക്കൻഡ് റീഡിംഗ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് റീഡിംഗ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അവിടെയാണ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്, അവിടെയാണ് സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുന്നത്, അവിടെയാണ് ഭേദഗതികൾ വരുന്നത്. ക്ലിയർ ആയി? ഇതാണ് സെക്കൻഡ് റീഡിംഗും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടി ആ പ്രോസസ് കഴിഞ്ഞു. ഇനി വരുന്നത് തേർഡ് റീഡിംഗ് ആണ്. 3ാമത്തെ റീഡിംഗ് ഉണ്ട്, 3ാമത്തെ സ്റ്റെപ്പും വരുന്നുണ്ട്. തേർഡ് റീഡിംഗ് ഉണ്ട്, തേർഡ് സ്റ്റെപ്പും വരുന്നുണ്ട്. ഇവിടെ എന്താ കാര്യം, ഇവിടെ ഇനി കാര്യമായിട്ടുള്ള പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല. കാരണം സെക്കൻഡ് റീഡിംഗിൽ എന്ത് കഴിഞ്ഞു, സെക്കൻഡ് റീഡിംഗിലും സെക്കൻഡ് സ്റ്റെപ്പിലും എന്ത് ചെയ്യും, ബില്ലിനെ കുറിച്ച് ചർച്ച നടത്തി, ബില്ലിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തി, അത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു, അതിൽ ഭേദഗതി വരുത്തി. ഇനി ഒന്നും അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായി, ഇനി അതിലൊന്നും ചെയ്യാനില്ല. കാരണം അത് പരിപൂർണ്ണമായിട്ട് കഴിഞ്ഞു, അതിന്റെ ചർച്ച കഴിഞ്ഞു, അതിന്റെ ഭേദഗതി കഴിഞ്ഞു, അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കൊക്കെ സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞു. 3ാമത്തെ റീഡിംഗ്, 3ാമത്തെ ഇതിൽ വരുന്നത് ബില്ല് പാസ്സാക്കുക, പാസിംഗ് ഓഫ് ദി ബില്ലാണ്. കിട്ടിയ ബില്ല് പാസിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇത് തേർഡ് റീഡിംഗ്. കാരണം ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കിയെല്ലാം സെക്കൻഡ് റീഡിംഗിൽ കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് റീഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കാരണം PSC ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ലോ മേക്കിംഗ് പ്രോസസ് ഡിസ്കഷൻ ഈസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കഷൻ നടക്കുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്, കമ്മിറ്റി രൂപീകരിക്കുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സെക്കൻഡ് റീഡിംഗിലാണ്. സോ തേർഡ് റീഡിംഗിൽ ഒറ്റ കാര്യം മാത്രമേ വരുന്നുള്ളൂ, ആ ബില്ല് പാസ്സാക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ഏത് കഴിഞ്ഞ് സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞു. സോ തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ്. പാസ്സാക്കി കഴിഞ്ഞാൽ അതോടുകൂടി ഏത് കഴിഞ്ഞു, ആ സഭയിലെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. അപ്പൊ ആ സഭയിൽ ഫസ്റ്റ് റീഡിംഗും സെക്കൻഡ് റീഡിംഗും കഴിഞ്ഞു, തേർഡ് റീഡിംഗോട് കൂടി അത് പാസ്സാക്കി. ഇനി എന്താ വരുന്നത്, ഇനി റീഡിംഗ് ഉണ്ടാ. തേർഡ് റീഡിംഗും തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി റീഡിംഗ് ഇല്ല, കാരണം 3 റീഡിംഗ് ഉള്ളൂ. ഇനി ഒരു സ്റ്റെപ്പാണ് അല്ലെ. അപ്പൊ തേർഡ് റീഡിംഗ് കഴിഞ്ഞ പിന്നെ വരുന്നത് ഫോർത്ത് സ്റ്റെപ്പാണ് വരുന്നത്. എന്താ വരുന്നത്, ഫോർത്ത് സ്റ്റെപ്പാണ് ഇനി വരുന്നത്. ഫോർത്ത് സ്റ്റെപ്പ്, ഇനി റീഡിംഗ് ഇല്ല. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബില്ല് അടുത്ത സഭയിലേക്ക് അയക്കുന്നു. എന്ന് വെച്ചാൽ ഏത് സഭയിലാണ് ബില്ല് പാസ്സായത്, അത് കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത സഭയിലേക്ക്, അത് നെക്സ്റ്റ് കൗൺസിലേക്ക് കിട്ടിയ നെക്സ്റ്റ് കൗൺസിൽ, അടുത്ത കൗൺസിലേക്ക് അത് വിട്ടു, അടുത്ത സഭയിലേക്ക് വിട്ടു. ആ കൗൺസിലും എന്ത് ചെയ്യുന്നു, ആ സഭയിലും എന്ത് ചെയ്യുന്നു, ഇതേ പ്രോസസ്സുകളെല്ലാം അവിടെ നടക്കുന്നു. ഏതൊക്കെ, ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് പോലെ ഇത് ഇവിടെ നടത്തി അതേ പ്രോസസ്സ് എല്ലാം എവിടെ നടക്കുന്നു, അടുത്ത സഭയിൽ നടക്കുന്നു. അവിടെ ഇതേ പറഞ്ഞ പോലെ 3-4 ഓപ്ഷൻസ് വരുന്നു. ഒന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ബില്ല് ഇവർ പാസ്സാക്കി അതേ രീതിയിൽ പാസ്സാക്കാം, വേറെ ഒരു ഭേദഗതിയും വരുത്താതെ അതേ രീതിയിൽ പാസ്സാക്കാം, അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും റെക്കമെൻഡേഷനോ വരുത്താം, എന്തെങ്കിലും തെറ്റുകളോ മറ്റു കാര്യങ്ങളോ ഭേദഗതികളോ വരുത്തി അത് വീണ്ടും മുന്നത്തെ സഭയിലേക്ക് തിരിച്ചയക്കാം, റീകൺസിഡറേഷൻ വീണ്ടും പരിഗണിക്കാൻ വേണ്ടി. കാരണം ഞങ്ങൾ ഇങ്ങനെ ചില ഭേദഗതികളൊക്കെ വരുത്തി, അത് നിങ്ങളും കൂടി അംഗീകരിക്കുന്നത് വീണ്ടും തിരിച്ചയക്കാം. അതല്ലെങ്കിൽ ആ ബില്ല് അവർക്ക് പരിപൂർണ്ണമായി റിജക്ട് ചെയ്യാം. അപ്പോഴാണ് ജോയിന്റ് സെഷൻ വരിക, തർക്കം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ വേണമെങ്കിൽ അത് പരിപൂർണ്ണമായി റിജക്ട് ചെയ്യാം. 4ാമത്തെ ഓപ്ഷൻ അവർക്ക് അതിൽ ഒരു നടപടി എടുക്കാതെ ആ ബില്ല് അവിടെ കയ്യിൽ വെച്ചിരിക്കാം. ഈ 4 ഓപ്ഷൻസ് ഏതിലുണ്ട്, ഈ സ്റ്റേജിൽ വരുന്നത്. എന്ന് വെച്ചാൽ തേർഡ് റീഡിംഗിൽ അത് ഒരു സഭ പാസ്സാക്കി അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് നെക്സ്റ്റ് സഭയിലേക്ക് അയക്കുന്നു. ആ സഭയിൽ അയച്ചാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവർ പാസ്സാക്കിയത് ഒരു ഭേദഗതിയും കൂടാതെ അത് അതേ രീതിയിൽ അവർക്ക് പാസ്സാക്കാം, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അംഗീകരിച്ചു രീതി അതേ രീതിയിൽ പാസ്സാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അതിൽ ഭേദഗതി വരുത്താം, ഭേദഗതി വരുത്തി വീണ്ടും തിരിച്ചയക്കാം, അവരെ കൺസിഡർ ചെയ്യാം, പുനഃപരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ പുതിയ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയക്കാം. 2ാമത്തെ ഓപ്ഷൻ. ഇനി 3ാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ആ ബില്ല് റിജക്ട് ചെയ്യാം, ഞങ്ങൾ സ്വീകരിക്കുന്നത് റിജക്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. 4ാമത്തെ ഓപ്ഷൻ അവർക്ക് അത് വേണമെങ്കിൽ അതിന്റെ മേലെ ഒരു നടപടി എടുക്കാതെ അവിടെ കയ്യിൽ വെച്ചിരിക്കുക. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഇതിൽ നടക്കുന്നത് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ നടക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ അത് പാസ്സാക്കുന്നു, ഈ പറഞ്ഞ പോലെ ഭേദഗതി വരുത്തിയിട്ടോ വരുത്താതെ അവർ പാസ്സാക്കി കഴിഞ്ഞാൽ അതോടുകൂടി ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ വരുന്നുണ്ട്, വായനകളും കാര്യങ്ങളൊക്കെ വന്നവർക്ക് വേണമെങ്കിൽ പാസ്സാക്കാം, പാസ്സാക്കാതിരിക്കാം, അല്ലെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് അയക്കാം, അതിൽ ഭേദഗതി വരുന്നതൊക്കെ ചെയ്യാം. എങ്കിൽ അത് പാസ്സായി കഴിഞ്ഞാൽ ഫൈനലി അത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്, ഇനി ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, ഫിഫ്ത്ത് സ്റ്റെപ്പാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസെന്റ് ഓഫ്, ദാറ്റ് മീൻസ് കൺസെന്റ് ഓഫ് പ്രസിഡന്റ്, കൺസെന്റ് ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഓഫ് പ്രസിഡന്റ്. വെച്ചാൽ ഫൈനൽ സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജ് എന്ത് ചെയ്യുന്നു, അത് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു. രാഷ്ട്രപതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇന്ത്യൻ നിയമമായിട്ട് മാറി എന്നാണ്. രാഷ്ട്രപതി സൈൻ ചെയ്ത ഡേറ്റിൽ അത് നിയമമായിട്ട് മാറി. പിന്നെ അത് നടപ്പിലാക്കണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കാം, നടപ്പിലാക്കണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കാം.
ഇനി ഇത് വേണമെങ്കിൽ കൺസെന്റ് ഓഫ് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അവിടെ വീറ്റോ പവറൊക്കെ ഉപയോഗിച്ച് അത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം, അല്ലെങ്കിൽ അത് പോക്കറ്റ് വീറ്റോ പോലെയൊക്കെ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലും രണ്ടാമത്തെ കൗൺസിൽ അത് പാസ്സായില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കുക? അവിടെ പാസ്സായില്ലെങ്കിൽ ഒരു സഭ മാത്രം പാസ്സാക്കിയാൽ മറ്റൊരു സഭ പാസ്സാക്കിയില്ല. അപ്പോഴാണ് ജോയിന്റ് സെഷൻ വരുന്നത്. അങ്ങനെ ജോയിന്റ് സെഷനിലൂടെ വീണ്ടും പാസ്സാക്കാം. ജോയിന്റ് സെഷൻ ആണെങ്കിൽ സിമ്പിൾ മജോറിറ്റി മതി എന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി സൈൻ ചെയ്താൽ നിയമമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലോ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നടക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഇതെല്ലാം വളരെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ പൊതുവേ പറയുമ്പോൾ ഒരു സഭ പാസ്സാക്കുന്നു, മറുസഭ പാസ്സാക്കുന്നു, രാഷ്ട്രപതി സൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ 3 റീഡിങ്ങും 5 സ്റ്റെപ്പുകൾ അതിനോടൊപ്പം മറക്കണ്ട. ലോ മേക്കിംഗ് പ്രോസസ് ഈസ് ഗോയിങ് ത്രൂ 3 റീഡിങ്സ്. 3 റീഡിംഗ് ഉണ്ട്, 5 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ റീഡിങ്ങും ഒന്നാമത്തെ സ്റ്റെപ്പും ഒരുമിച്ച് പോകുന്നു. അതിൽ ബില്ല് വായിച്ച് അവതരിപ്പിക്കുന്നു, അത് ഗസറ്റിൽ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റീഡിങ്ങും രണ്ടാമത്തെ സ്റ്റെപ്പും ഒരുമിച്ച് പോകുന്നു. അതിലെന്ത് ചെയ്യുന്നു? ബില്ലിനെ കുറിച്ച് ചർച്ച നടത്തുന്നു, സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് കൊടുക്കുന്നു, അതിൽ ഭേദഗതി വരുത്തുന്നു, അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. അതാണിത് സെക്കൻഡ് റീഡിങ്ങും സെക്കൻഡ് സ്റ്റെപ്പിലും. അവിടെ ഞാൻ പറഞ്ഞു 4 ഓപ്ഷൻ പറഞ്ഞതാണ്. ഒന്നില്ലെങ്കിൽ അവർക്ക് ബില്ല് നേരിട്ട് പാസ്സാക്കാം, അല്ലെങ്കിൽ ജോയിന്റ് സെഷനായിട്ട് വെക്കാം, അതല്ലെങ്കിൽ ആ ബില്ല് പബ്ലിക്കിന് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാം, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ കമ്മിറ്റി വിവരിച്ച് അങ്ങനെ വിട്ടുകൊടുക്കാം. അങ്ങനെ 4 ഓപ്ഷൻ സെക്കൻഡ് റീഡിംഗ് ഉണ്ട്, സെക്കൻഡ് സ്റ്റെപ്പിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ആ ബില്ല് പാസ്സാക്കുന്നതാണ്. അതോടൊരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ സഭയിൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, തേർഡ് റീഡിംഗ് കഴിഞ്ഞു. പിന്നെ റീഡിംഗ് ഇല്ല. സോ അടുത്ത 4th സ്റ്റെപ്പാണ് വരുന്നത്. 4th സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ആ ബില്ല് അടുത്ത സഭയിലേക്ക് വിടുന്നു. അടുത്ത സഭയിലും ഇതേ പ്രോസസ്സുകളെല്ലാം അവിടെ നടക്കുന്നു. അവിടെയും വേണമെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് അത് അതേപോലെ പാസ്സാക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തി തിരിച്ചയക്കാം. ഇത് നിങ്ങൾ അംഗീകരിക്കണം, അവരെ കൊണ്ട് റീകൺസ്ട്രക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ അത് പരിപൂർണമായി തള്ളിക്കളയാം. തള്ളിക്കളയുമ്പോഴാണ് പിന്നെ ജോയിന്റ് സെഷൻ വരിക. തള്ളിക്കളയാം. അതല്ലെങ്കിൽ അവർക്ക് അത് പിടിച്ചു വെക്കാം, അതിൽ മേലെ ഒരു നടപടി എടുക്കാതെ അങ്ങനെ വെക്കാം. ഇതിൽ അതല്ല, അത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതാണ്. അതല്ല, അവരത് പാസ്സാക്കി കഴിഞ്ഞാൽ ഭേദഗതി കൂടിയോ ഭേദഗതിയോ ഇല്ലാതെയോ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ 5th സ്റ്റെപ്പാണ്. 5th സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? അത് രാഷ്ട്രപതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? നിയമമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കീർണമായ പ്രോസസ്സിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ലോ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ അതിൽ സെക്കൻഡ് റീഡിംഗ് ആണ് കൂടുതലും PSCക്കും SSCക്കും ചോദിച്ച് വരാറ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് റീഡിംഗ് ആണ്. ഡിസ്കഷൻ, കമ്മിറ്റി വിവരിക്കുക, ഭേദഗതി വരുത്തുക, ഡ്രാഫ്റ്റ് തയ്യാറാക്കുക ഇതിലാണ് വരുന്നത് സെക്കൻഡ് റീഡിംഗ്. അതുകൊണ്ട് ആ ഒരു സ്റ്റേജിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അതാണ് കൂടുതൽ ചോദ്യം വരാറ്. അപ്പോൾ അതുകൊണ്ട് ലോ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞ ആ ടോപ്പിക് ഇത്രയും ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളായിട്ട് ടോപ്പിക്കാണ്, എന്നാൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളെ അവർക്കെല്ലാം ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഹിസ്റ്റോറിയ ആപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോ ക്ലാസ്സുകളും കാണാൻ നിങ്ങൾ അതിനുവേണ്ടി യൂട്യൂബിലേക്ക് ഓടിക്കയറേണ്ട ആവശ്യമില്ല എന്ന് ഓർത്തിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട വളരെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഡൗട്ടുകളോ മറ്റ് ഗൈഡൻസുകളോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ 9846298093 എന്ന വാട്സപ്പ് നമ്പർ കമൻറ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും